ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസത്തെ വിധി അനുസരിച്ച് എല്ലാ തിങ്കളാഴ്ചയും രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് മുമ്പിൽ ഹാജരാകണമെന്നുള്ളതായിരുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നേ പറ്റൂ എന്ന് മാത്രമല്ല, ഈ വരുന്ന തിങ്കളാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. അപ്പോൾ രാഹുലിന് രണ്ടുണ്ട് ഗുണം. ഞാൻ ഒളിവിലൊന്നും പോയിട്ടില്ല, ഞാനിപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ഹൈക്കോടതിയെ വിശ്വസിപ്പിക്കുക. കീഴ്ക്കോടതിയിൽ നിന്ന് കിട്ടിയ, തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് കിട്ടിയ മുൻകൂർ ജാമ്യത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാൻ വേണ്ടി തിങ്കളാഴ്ച പരസ്യമായി തന്നെ ഉണ്ടാവുക, പോലീസിന് മുമ്പിൽ ഹാജരാവുക. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ബുദ്ധിമാനായ രാഷ്ട്രീയ നേതാവ് ഇന്നിങ്ങനെ എല്ലാവരുടെയും മുമ്പിലെത്തി ഷോ കാണിച്ചിട്ട് പോയത്. പക്ഷേ കോൺഗ്രസ്സിന് ഒരു 5 പൈസയുടെയെങ്കിലും വിവരമുണ്ടായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇങ്ങനെ താങ്ങേണ്ട ആവശ്യമുണ്ടായിരുന്നു. KPC പ്രസിഡന്റ് മുതൽ താഴെത്തട്ടിലെ അണികൾ വരെ, താഴെത്തട്ടിലെ സ്ഥാനാർത്ഥി വരെ, ആ ജില്ലയിലെ KSUവിൻ്റെ നേതാവ് വരെ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയ് വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന മാൻഡ്രേക്കിൻ്റെ പ്രതിമ വീണ്ടും കോൺഗ്രസിൽ ഭദ്രമായിരിക്കുന്നു. അതിൻ്റെ എല്ലാ മാനക്കേടുകളും അതിൻ്റെ എല്ലാ നഷ്ടങ്ങളും കോൺഗ്രസ് സഹിക്കാനും പോവുകയാണ്.